അയാൾ അങ്ങനെ രാധികയുടെ ആ മ്യൂസിക് ക്ലാസ്സിൻ്റെ ഉദ്ഘാടനമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വരുണ് രാധികനോട് പറയുന്നുണ്ട്, മ്യൂസിക് ക്ലാസ്സിൻ്റെ പൂജയൊക്കെ നല്ല പെർഫെക്റ്റ് ആയി കഴിഞ്ഞല്ലേ, എന്തായാലും ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും കുട്ടികളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അച്ഛനും മകളുടെ ഒരു കഴിവ് തന്നെയാണ്, അത് സമ്മതിക്കാതെ വയ്യ എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അത് ഞങ്ങൾ ഈ നാട്ടുകാരോട് ഇടപഴകുന്ന ഒരു രീതിയൊക്കെ ആയതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് ആളുകളൊക്കെ കിട്ടിയത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ മ്യൂസിക് ക്ലാസ് കൊണ്ട് ഒരുപാട് പൈസയൊന്നും കിട്ടത്തില്ല, കുറേ ചിലവിന് ചെറിയൊരു പൈസയൊക്കെ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ വേറൊരു പ്ലാനും കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയണേ. അവൻ വരുന്നറിയുന്നുണ്ട്, സാധാരണ ഈ മ്യൂസിക് ക്ലാസ്സിൻ്റെ കൂടെ ഈ ഡാൻസ് ക്ലാസ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അതെന്തെങ്കിലും ആണോ എന്നൊക്കെ അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നത്, അതൊന്നും അല്ല, ഞാൻ വേറൊരു കാര്യമാണ് കണ്ടെത്തിയത് എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താണത് എന്നൊക്കെ ഇവനിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഞാൻ ഈ കുട്ടികളെ അന്വേഷിച്ച് ഇങ്ങനെ ഓരോ വീട്ടിലിങ്ങനെ കയറി ഇറങ്ങിയപ്പോൾ അവരുള്ള അമ്മമാരൊക്കെ ഭയങ്കര തിരക്കിലാണ്. അതിനി രാവിലെ നേരം വെളുത്ത് കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് സ്കൂളിൽ വിടണം, പിന്നെ ലഞ്ച് റെഡിയാക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അവർക്ക് അതൊരു വലിയ റിസ്ക് ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അതുകൊണ്ട് തന്നെ ഇനി അവരെയൊക്കെ ഒന്ന് സഹായിച്ചാലോ എന്നൊരു പ്ലാൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ. ആ വരുണ് കേൾക്കുന്നുണ്ട്, അതല്ല അപ്പോൾ നീ ഇനി എല്ലാ വീട്ടിലും ഇങ്ങനെ പോയി പാചകം ചെയ്യാൻ വേണ്ടി എല്ലാവരെയും സഹായിക്കാൻ പോവാണോ എന്നൊക്കെ ഇങ്ങനെ അവളോട് കളിയാക്കി അങ്ങ് ചോദിക്കാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ എന്നാണ് എന്നൊക്കെ ഇങ്ങനെ അവനോട് അങ്ങ് പറയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ബിസിനസ്സോ, എന്ത് ബിസിനസ്, പറ കേൾക്കട്ടെ, ഞാനൊന്ന് കേൾക്കട്ടെ, എന്താ ഇതിൻ്റെ ബിസിനസ് എന്നൊക്കെ ഇങ്ങനെ ഇവൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എല്ലാ അമ്മമാർക്കും രാവിലെ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള സമയമായിരിക്കും, അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ ഇവിടെ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഞാൻ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി അത് പാക്ക് ചെയ്തിട്ട് എല്ലാ വീടുകളിലും എത്തിക്കുക, അതൊരു നല്ല ബിസിനസ്സായിട്ട് എനിക്ക് തോന്നി, അതാകുമ്പോൾ ഒരു ചെറിയൊരു വരുമാനം അതിലൂടെ വേഗം കിട്ടുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയണേ. ആ വരുണ് പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, നീ ഉണ്ടാക്കിയ ഭക്ഷണം ആകുമ്പോൾ പിന്നെ ആരും റിജക്റ്റ് ചെയ്യില്ല, അത്രയും ടേസ്റ്റ് ആയിരിക്കും നിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ ആരായാലും ഫ്ലാറ്റാണ് എന്നൊക്കെ ഇങ്ങനെ എവിടെ ഒന്ന് പൊക്കി പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, പിന്നെ ഇവിടെ പാചകത്തിനാണെങ്കിൽ അമ്മയുണ്ടല്ലോ, ഞാനും അമ്മയും കൂടി അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എല്ലാ വീട്ടിലേക്കും ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് അങ്ങ് വീട്ടിൽ എത്തിച്ചാലോ എന്നുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊരു ചെറിയ പ്ലാൻ ഉണ്ട്, എന്താ വരുണിൻ്റെ അഭിപ്രായം, വരുണിന് സമ്മതമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ വരുണ് പറയുന്നുണ്ട്, നീ ഓൾറെഡി തന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ ക്ലാസ്സൊക്കെ തുടങ്ങി എല്ലാം നീ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു സാമ്പത്തിക സഹായം ആകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നീ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ നീ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ നന്നായിട്ട് എനിക്ക് അറിയാം എന്നൊക്കെ ഈ വരുൺ അങ്ങ് അവളോട് പറയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതിനെന്താ, ഇതൊന്നും എനിക്കൊരു റിസ്ക്കേ അല്ല, ഇതൊക്കെ വരുണിന് ഒരു സഹായമാവുമെങ്കിൽ ഇതൊക്കെ ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഇവൾ പറയാണ്. ഇവൾ വീണ്ടും അവനോട് ആ പെർമിഷൻ അങ്ങ് ചോദിക്കുന്നുണ്ട്, വരുണിന് സമ്മതമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. മാത്രമല്ല ഞാൻ അച്ഛനോടും അമ്മനോടൊക്കെ ചോദിച്ച് അവർക്കൊക്കെ സമ്മതമാണ് എന്നൊക്കെ വരുണിനോട് പറയുമ്പോൾ വരുൺ അറിയുന്നുണ്ട്, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയൊക്കെ നടന്ന് നിങ്ങൾ തീരുമാനമൊക്കെ എടുത്തതാണല്ലേ, എന്നിട്ടാണ് നീ എന്നോട് ചോദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവർ ആദ്യമൊക്കെ വീണ്ടും അവനോട് സമ്മതം പറയാം എന്നൊക്കെ ഇങ്ങനെ ഇവനോട് സമ്മതം ചോദിക്കുകയാണ്. അപ്പോൾ അവൻ അവസാനം അങ്ങ് സമ്മതിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്, നീ എനിക്ക് വേണ്ടിയാണല്ലോ, നിൻ്റെ ലൈഫിൽ ഫുൾ ടൈം നീ ഇങ്ങനെ ബിസിയായി പോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയുന്നുണ്ട്. പിന്നെ ഇവൾ പറയുന്നുണ്ട്, അതിന് വരുണ് ഇനി സാമ്പത്തികമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ഈ കണിമംഗലം തിരിച്ചു പിടിച്ച് വലിയ പണക്കാരനായി മാറുമ്പോൾ ഞാൻ അങ്ങ് സുഖിച്ച് അങ്ങ് ജീവിച്ചോളാം, അതുവരെ ഞാനും ഒന്ന് കഷ്ടപ്പെട്ടോളാം എന്നൊക്കെ ഇങ്ങനെ ഈ രാധിക അങ്ങ് പറയാണ്. അപ്പോൾ ഈ വരുണിന് ഇവളുടെ ആ ഒരു ക്യാരക്ടറും ആ ഒരു ബിഹേവിയറും ഭയങ്കരമായിട്ട് അങ്ങ് ഒരു സമാധാനം കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവളോടും ഇവൻ പറയുന്നുണ്ട്, നീ അങ്ങനെ ഒരുപാട് ഫുൾ ടൈം ഇങ്ങനെ ഈ ബിസിനസ്സൊക്കെ ചെയ്ത് ഇനി ഇത് വലിയ ഒരു ബിസിനസ് ആക്കാൻ കുറേ ആളുകളൊക്കെ ജോലിക്കൊക്കെ വെച്ച് വലിയതാക്കാനുള്ള വല്ല പ്ലാനിങ്ങും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ രാധികനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, തുടക്കത്തിൽ ഞാനും അമ്മയൊന്ന് ട്രൈ ചെയ്യട്ടെ, ഇനി അതെങ്ങാനും സക്സസ് ആയാൽ അങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ട്, കുറേ ആളുകളൊക്കെ വെച്ചിട്ട് വലിയൊരു പ്രസ്താവനയൊക്കെ ആയിട്ട് തുടങ്ങാനൊക്കെ ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ ഈ വരും പറയുന്നുണ്ട്, പിന്നെ കൊറോണയുടെ സമയം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള കുറേ ബിസിനസ്സൊക്കെ പൊട്ടി മുളച്ചതാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഇതും സക്സസ് ആയാലോ എന്നൊക്കെ ഇങ്ങനെ ഇവനും പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, എന്തായാലും ഫുൾ ടൈം ഇങ്ങനെ ബിസി ആകണ്ട, നമുക്കും വേണ്ടി കുറച്ച് സമയമൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ ഇങ്ങനെ ഇവളോടൊരു സ്നേഹത്തോടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ നമ്മുടെ
സുകുമാരി മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശിയുടെ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള വർക്ക് ചെയ്യുന്നവരുടെ അടുത്തേക്കൊക്കെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതൊക്കെ അവരുടെ ആ ഒരു പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു ക്യാമറമാനും കുറച്ച് ആളുകളും കൂടിയിട്ട് അവരുടെ ആ ട്രാക്ക് അങ്ങ് ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്യാമറ ഇങ്ങനെ ആ ട്രാക്കിലൂടെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പോൾ ഇത് കണ്ടിട്ട് സുകുമാരി മുത്തശ്ശിക്ക് കാര്യമൊന്നും പിടി കിട്ടിയിട്ടില്ലെങ്കിലും ഇവരെന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ ക്യാമറയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് സുകുമാരി മുത്തശ്ശി നേരെ അവരോട് പോയിട്ട് പറയുന്നുണ്ട്, അല്ല നിങ്ങൾ കുറേ നേരമായില്ലേ ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുട്ടാൻ തുടങ്ങിയിട്ട്, നിങ്ങൾക്ക് ജോലിയൊന്നും ചെയ്യാനായില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അത് മേഡം ഇത് ഞങ്ങൾ വണ്ടിയൊന്നും അല്ല, ഇത് ട്രാക്ക് ചെക്ക് ചെയ്യാണ്, ഞങ്ങൾ ട്രാക്ക് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ട്രാക്ക് ചെക്ക് ചെയ്യുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി ചെറുതായിട്ട് അങ്ങ് ചമ്മി പോവാണ്, എന്താ സംഭവം എന്നൊന്നും അറിയില്ല എന്ന് ഇവർ കരുതും എന്നൊക്കെ വിചാരിച്ചിട്ട് സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായതാണ്, എന്തായാലും നിങ്ങൾ പെട്ടെന്ന് പണി തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവരുടെ അടുത്ത് നിന്ന് അങ്ങ് എസ്കേപ്പ് ആവണേ. ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം ആ ക്യാമറമാനും സംഘവും ഇങ്ങനെ പറയുന്നുണ്ട്, ഈ തള്ള കാരണം നമ്മൾ എങ്ങനെ ഇനി പണിയെടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവരെ അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ സുകുമാരി മുത്തശ്ശി നേരെ ഈ പ്രിയങ്കയുടെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇടി അവരെന്തിനാ വണ്ടി ഉരുട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി അത് വണ്ടി ഉരുട്ടുന്നൊന്നും അല്ല, അത് അവർ ഈ ക്യാമറ ട്രാക്ക് ചെക്ക് ചെയ്യുന്നതാണ്, അതൊക്കെ സാധാരണ ഉള്ളതാണ് എന്നൊക്കെ അങ്ങനെ പറയണേ. അപ്പോൾ ഈ മുത്തശ്ശിയും പറയുന്നുണ്ട്, കുറേ നേരമായി അവർ തുടങ്ങിയിട്ട്, അവരെ നമ്മുടെ ശമ്പളത്തിന് നിൽക്കുന്നവരാണ് എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശി പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, അല്ല ആ പ്രൊഡ്യൂസറെ കണ്ടിട്ട് കുറേ നേരമായി, എന്തായാലും അയാളെ ഒന്ന് നേരിട്ടൊന്ന് സംസാരിക്കണേ, നീ വാടി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൂടിയിട്ട് ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ പ്രൊഡ്യൂസറാണെങ്കിൽ അവിടെ ഇങ്ങനെ ഈ സ്ക്രിപ്റ്റ് അങ്ങ് വായിക്കുന്നുണ്ട്. അയാൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് സുകുമാരി മുത്തശ്ശി കാണുന്നത്. അപ്പോൾ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് അയാളുടെ മുന്നിൽ 2 ചെയറിട്ട് അങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സുകുമാരി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല കുറേ നേരമായല്ലോ ബുക്കും വായിച്ചുകൊണ്ടിരിക്കുന്നത്, ജോലിയൊന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, അത് മേഡം ഞാൻ ഈ സ്കിറ്റ് ഒന്ന് വായിച്ച് നോക്കുകയാണ്, ഈ കഥ വായിച്ച് നോക്കിയാലല്ലേ ആക്ടിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാനിതൊന്ന് പെർഫെക്റ്റ് ആയിട്ടൊന്ന് വായിച്ച് നോക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അവനോട് പറയുന്നുണ്ട്, പിന്നെ എൻ്റെ മോളായിരിക്കണം ഇവിടെ ഏറ്റവും വലിയ രീതിയിൽ നിൽക്കേണ്ടത്, ഇവളെ കാട്ടിലും ഉയർന്നിട്ട് വേറെ ആരും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം ഈ പ്രൊഡ്യൂസറോട് പറയണം. അപ്പോൾ ഈ പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, എനിക്ക് എല്ലാവരോടും ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, അപ്പോഴാണ് ആളുകൾക്ക് അവരുടെ ഭാഗത്ത് നിന്നുള്ളൊരു നല്ലൊരു റിസൾട്ട് എനിക്ക് കാണാൻ കഴിയുള്ളൂ, അതുകൊണ്ട് ഞാൻ എല്ലാവരും ഒരുപോലെ കാണത്തുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയാണ്. പക്ഷേ സുകുമാരി മുത്തശ്ശിക്ക് അത്ര പിടിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രൊഡ്യൂസർ നേരെ ഈ പ്രിയങ്കനോട് പറയുന്നുണ്ട്, അല്ല പ്രിയങ്ക, നിൻ്റെ ഷൂട്ടിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്നോട് നോക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, നീ അതൊക്കെ നോക്കിയോ എന്നൊക്കെ ഇങ്ങനെ അവളോട് ചോദിക്കാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ആ സർ അതൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ഞാൻ റെഡിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശിയും പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് നേരെ അവളോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി നീ എന്തിനാ അയാളെ സാർ എന്നൊക്കെ വിളിക്കുന്നത്, അയാൾ നമ്മുടെ ശമ്പളക്കാരനല്ലേ, നീ അയാളെന്തിനാ റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്കനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, അതെൻ്റെ മുത്തശ്ശി, അതിവിടെയുള്ള ഒരു സാധാരണ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്, നമ്മൾ അവരെ സാർ എന്ന് തന്നെയാണ് വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രൊഡ്യൂസർ പെട്ടെന്ന് തന്നെ ആ ഷൂട്ടിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറയാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിയങ്കേനെ അങ്ങ് വിളിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക അവിടെ ആ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സീന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് വരുന്നുണ്ട്. കൂടെ തന്നെ ആ കസ്തൂരി എന്ന് പറയുന്ന ആ ഒരു സിനിമ നടിനെയും കൂടി അങ്ങ് വിളിക്കുകയാണ്. പക്ഷെ അത് ഇവർ രണ്ടുപേർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ എന്താണ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഈ പ്രൊഡ്യൂസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്ലാറ്റിൽ നിന്ന് അവർ രണ്ടുപേരും ഓടി വരുന്നൊരു സീനാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ടിൻ്റെ ഒരു കൊലപാതകം കണ്ടിട്ടുള്ള ഒരു ഷോക്കാണ്. അപ്പോൾ ഈ പ്രിയങ്കനോട് പറയുന്നുണ്ട്, പ്രിയങ്ക നീ നിൻ്റെ ഫ്രണ്ട് എങ്ങനെ കൊന്നത് എന്നുള്ള ആ ഒരു ഷോക്കിലുള്ള എക്സ്പ്രഷനാണ് നിൻ്റെ ഫേസിൽ വേണ്ടത്. കസ്തൂരിയുടെ ഫേസിലാണെങ്കിൽ സത്യങ്ങളെല്ലാം കസ്തൂരിക്ക് അറിയാം, പക്ഷേ ഇവളോട് പറയാതിരിക്കുന്ന ആ ഒരു കള്ളത്തരാണ് നിൻ്റെ മുഖത്ത് വേണ്ടത് എന്നൊക്കെ പ്രൊഡ്യൂസർ അവരോട് ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു തീം അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രിയങ്ക അപ്പം തന്നെ പറയുന്നുണ്ട്, സോറി സാർ, ഇത് ഫസ്റ്റ് സീനാണ്, ഈ ഫസ്റ്റ് സീനിൽ തന്നെ ഇവളെയും കൂടി പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു സീന് ഷൂട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഈ ഷൂട്ടിങ്ങിൽ ഈ ഫസ്റ്റ് ഷൂട്ടിങ് തന്നെ വേണ്ട, ഈ ഫസ്റ്റ് ഷൂട്ട് എന്ന് പറയുന്നത് അത് ഞാൻ മാത്രമുള്ള ഒരു സോളോ ഷൂട്ട് മാത്രം മതി, ഇവളിതിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങ് പോവുകയാണ്. അപ്പോൾ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ആ ഒരു നടിക്ക് അത് വല്ലാതെ അങ്ങ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നടി പ്രൊഡ്യൂസറോട് പറയുന്നുണ്ട്, സർ
എങ്ങനെയാണ് ഇതുപോലെയുള്ള ആളുകളോടൊക്കെ ഒന്ന് സഹകരിച്ച് ഷൂട്ട് ചെയ്യുന്നത്? പിന്നെ സാർ എന്നോട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സിനിമയിലേക്ക് വന്നത് തന്നെ എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്കനെ പറ്റി ഈ കസ്തൂരി ഇനി ഈ പ്രൊഡ്യൂസറോട് പറയണം. അപ്പോൾ ഈ പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, പൈസ ഇറക്കുന്നത് അവരായി പോയില്ലേ, എന്തായാലും നീ ഒന്നുകൂടി ഒന്ന് ക്ഷമിക്ക്, എന്തായാലും നല്ല സിനിമ അല്ല വരാൻ പോകുന്നത്, സിനിമ നല്ല കാര്യമായതുകൊണ്ട് തന്നെ നീ ഒന്ന് ട്രൈ ചെയ്യാനേ, നീ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ ഇവളെ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രിയങ്ക നേരെ പോയിട്ട് മുത്തച്ഛനോട് കാര്യം പറയുന്നുണ്ട്. ആദ്യത്തെ ഷൂട്ട് തന്നെ ആ കസ്തൂരിനെയും വെച്ചിട്ടാണ് അയാൾ സെറ്റ് ചെയ്തത്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു വേണ്ടാന്ന്, എന്നെ ഒറ്റക്ക് വെച്ചിട്ടുള്ള ആദ്യത്തെ സീന് മതി, അവൾ അങ്ങനെ എൻ്റെ ക്യാമറയിൽ കുടുങ്ങണ്ട എന്നുള്ളൊരു കാര്യം ഇവളങ്ങ് പറയാണ്. ഇനി എല്ലാവരോടും നമുക്കങ്ങ് പകരം വീട്ടാൻ പോകാം മുത്തശ്ശി എന്നൊക്കെ ഇവരിങ്ങനെ അവിടെ കിടന്ന് പ്ലാൻ ചെയ്യണേ. അപ്പോൾ ഈ പ്രൊഡ്യൂസർക്കാണെങ്കിൽ അങ്ങനെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമറമാൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അയാളുടെ ആ ഒരു ദേഷ്യമൊക്കെ ഇങ്ങനെ അവരോട് പറയാണ് അവരെന്താണ് കാണിച്ചതെന്ന്. അപ്പോൾ ഈ ക്യാമറമാനും പറയുന്നുണ്ട്, ആ തള്ളയും മകളും കുറച്ചുകൂടി റിസ്ക് ആണല്ലേ, എങ്ങനെ ഇവരെ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഇവരൊരു ചെറിയ ചർച്ചയൊക്കെ ഇങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ വരുണ് അവന് വീട്ടിൽ നിന്ന് തന്നെ ഈ രാധികനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് അവൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്, നല്ല കമ്പനിയാണ്, അവിടെ എന്തായാലും ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവളോട് പറഞ്ഞ് അങ്ങ് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓഫീസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വേറെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവനൊരു ചെറിയൊരു കോൺഫിഡൻസോട് കൂടി അങ്ങ് ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആളുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന കുറച്ച് 3 പേര് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എടോ, ഈ കമ്പനിയിൽ എങ്ങാനും ജോലി കിട്ടിയാൽ ഭയങ്കര ലക്കാണ്, കാരണം ഒരുപാട് നമുക്ക് ആനുകൂല്യങ്ങൾ എല്ലാം ഈ കമ്പനിയിലുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ജോലി കിട്ടുക എന്ന് പറഞ്ഞത് ഒരു ഭാഗ്യം തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിട്ട് വരുന്നതിന് ഒരു ചെറിയൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ഈ ജോലിയെങ്കിലും റെഡി ആയി കഴിഞ്ഞാൽ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പായി എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവന് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവനിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ അവൻ്റെ അടുത്ത് വന്ന് അങ്ങ് ഇരിക്കുകയാണ്. അയാളും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന ആളാണ്, പക്ഷേ അയാൾ പെട്ടെന്ന് തന്നെ വരുണിനെ അങ്ങ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് വരുണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അവൻ വരുണ് ഇവന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ള ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട്. ഇനി ഇയാൾ എന്തൊക്കെ ചോദിക്കാൻ പോകുക എന്നുള്ളൊരു ചെറിയ പേടിയും ഉണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ആ അതെ വരുണാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, അല്ല ഇനി നിങ്ങളെന്ത് ഇനി നിങ്ങളാണ് ഇവിടെ ഇൻ്റർവ്യൂ എടുക്കുന്നത് എന്നൊക്കെ ഇവനോട് അങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാകെ എന്താണ് പറയേണ്ടത് എന്ന് പറയാൻ കിട്ടാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അത് ഞാനല്ല ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, കണിമംഗലം ഗ്രൂപ്പുമായിട്ട് ഈ കമ്പനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ആ നിങ്ങൾ പിന്നെ കണിമംഗലം ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയല്ലേ എന്നൊക്കെ ഇവനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഇവനങ്ങനെ ടെൻഷൻ കയറുന്നുണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ അവനെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതേ, എനിക്ക് എല്ലാ സംഭവവും അറിയാം, ഞാൻ നിങ്ങളുടെ ആ വാർത്തയൊക്കെ അറിഞ്ഞതാണ്, കണിമംഗലം ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയതും എല്ലാം ഞാൻ അറിഞ്ഞതാണ്. എന്നിട്ട് നിങ്ങൾ ഒരു കമ്പനിയിൽ ഒരിക്കൽ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു പോസ്റ്റിലേക്ക്. അന്ന് നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പുറത്താക്കിയതായിരുന്നു. അപ്പോൾ നിങ്ങളും കൂടി അനുഭവിക്കണം ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആളുകളുടെ മാനസികാവസ്ഥ. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിപ്പോൾ ശീലമായതാണ്. അന്ന് നിങ്ങൾക്കൊരു ബഹുമാനം ഞങ്ങൾക്കൊന്ന് കൂടി തരാൻ കഴിയില്ലായിരുന്നു, നിങ്ങൾക്കൊക്കെ ഭയങ്കര അഹങ്കാരമായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ആ ബെഞ്ചമിൻ എന്ന് പറയുന്ന ആൾ കാരണം തന്നെ അല്ലേ നിങ്ങളുടെ കമ്പനിയൊക്കെ നശിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഇവനോട് അങ്ങ് ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇവൻ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാണ് ഇയാൾ പറയുന്നതൊക്കെ. അപ്പോൾ ഇയാളാണെങ്കിൽ ബാക്കി ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആളുകളോടൊക്കെ ഈ കാര്യം അങ്ങ് പറയാമെന്ന്, ഈ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്, അയാളോടൊക്കെ ഇവളെ പറ്റി അങ്ങ് പറയുന്നുണ്ട് ഇയാൾ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഇത് ഈ കണിമംഗലം ഗ്രൂപ്പിൽ നിന്ന് പുറത്തായതാണ്, ഇവർക്കൊക്കെ ഭയങ്കര ജാടയായിരുന്നു, ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വരുന്ന സമയത്ത് അതുണ്ടോ ഇതുണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ കഷ്ടപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ എല്ലാവരോടും കൂടി അങ്ങ് പറയാണ്. അപ്പോൾ വരുന്ന അവിടെ നിന്ന് അങ്ങ് എണീക്കുന്നുണ്ട്, ഇനി ഇവരുടെ ഇടയിൽ എങ്ങനെ നിൽക്കാൻ വയ്യ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ തന്നെ വരുന്നതിനെ അങ്ങ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ പേര് വിളിക്കുന്ന സമയത്ത് അവന് പെട്ടെന്ന് തന്നെ അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. അപ്പോൾ ഇയാൾ മറ്റുള്ളവരോട് പറയുന്നുണ്ട്, അയാളെ വലിയ കമ്പനിയുടെ MD ആയിരുന്നു, ഇപ്പോൾ ഇതാ നമ്മുടെ കൂടെ നിൽക്കുന്നത്, ഇതൊക്കെയാണ് അഹങ്കാരത്തിൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത്, ദൈവം കൊടുത്തതാണ് ഇവരുടെ അഹങ്കാരത്തിന് എന്നൊക്കെ ഇങ്ങനെ മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവൻ അതൊക്കെ ഭയങ്കര വേദനയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇവന് നേരെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി 2 പേരാണ് അവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ അവർ 2 പേര് വരുന്നതിൻ്റെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആൻസറും പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു ചോദ്യത്തിനുള്ള ആൻസറൊക്കെ ഇവൻ പെർഫെക്റ്റായി പറയുന്നതുകൊണ്ട് തന്നെ അവർ 2 പേരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ അവസാനം ഇവർ പറയുന്നുണ്ട്, എന്നാൽ ഇനി നമുക്ക്
സാലറീനെ കുറിച്ച് സംസാരിക്കുക, അത് ഞങ്ങളുടെ MD തന്നെ നേരിട്ട് അങ്ങ് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് അതിനെന്താ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ MD ആയിട്ട് വരുന്നത് നമ്മുടെ സേറയായിരിക്കും. അപ്പോൾ സേറനെ കണ്ട് ഇവനങ്ങ് ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിനൊന്നും വരണ്ടായിരുന്നു എന്നുള്ള മട്ടിലാണ് ഈ വരുൺ അങ്ങ് നിൽക്കുന്നത്. അപ്പോൾ ഏത് നേരത്താണ് ഇങ്ങോട്ട് തന്നെ കയറി വന്നത് എന്നുള്ളൊരു മനസ്സിലാണ് മനസ്സിലങ്ങ് വിചാരിക്കുന്നത്. അപ്പോൾ സേറ ഇവനെ അങ്ങ് കാണുന്നുണ്ട്. അപ്പോൾ സേറ ആ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇരുന്ന രണ്ടുപേരോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇൻ്റർവ്യൂയുടെ റിസൾട്ട് എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും പറയുന്നുണ്ട്, അതെ ഇൻ്റർവ്യൂയുടെ റിസൾട്ട് നല്ലത് തന്നെ, ഇയാൾ നല്ല പെർഫെക്റ്റ് ആണ്, എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്, ഇനി സാലറിയെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്, ഫൈനൽ ഡിസിഷന് മാഡം എടുത്തോളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ സാർ അവരുടെ ഇടയിൽ അങ്ങ് ഇരുന്നിട്ട് ഈ വരുണിനെ പറ്റി അവർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല ഇവൻ്റെ എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞ സമയത്ത് ഇവൻ ആരാണെന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. വരുണിനാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയാൽ മതി എന്നുള്ളൊരവസ്ഥയാണ് സേറനെ കണ്ടപ്പോൾ. അപ്പോൾ ഈ സേറ അവരോട് രണ്ടുപേരോടും പറയുന്നുണ്ട്, പറഞ്ഞ എക്സ്പീരിയൻസിൽ ഇവൻ ആരാണെന്നുള്ള കാര്യം നിങ്ങളോട് രണ്ടുപേരായിട്ടും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇവനെ കണിമംഗലം ഗ്രൂപ്പിൻ്റെ വലിയ മാനേജിങ് ഡയറക്ടറായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്, ഇവൻ അവിടെ കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവൻ ആ കമ്പനിയും തകർത്ത് പോരാത്തതിന് അവൻ്റെ തറവാട് വരെ വിറ്റ് മുടിച്ച ആളാണിത്. അവനെയാണോ ഇവിടെ ജോലിക്ക് എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? ജോലിക്ക് എടുക്കുന്നവനെന്ന് പറഞ്ഞാൽ നല്ല റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അല്ലാതെ ഇവനെ പോലെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൈ വെക്കുന്ന ഒരാളെ ആയിരിക്കരുത് എൻ്റെ കമ്പനിയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ളവനൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അവനെ അങ്ങ് ഇൻസൾട്ട് ചെയ്യാണ്. അപ്പോൾ ഇവന് പെട്ടെന്ന് തന്നെ ഓക്കെ സോറി മാഡം, ഓക്കെ ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ ഒരു സോറി പറഞ്ഞിട്ട് അവന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് എണീറ്റ് നിന്നങ്ങ് പോകാൻ നിൽക്കണം. അപ്പോൾ സാർ അവനെ അങ്ങ് വിളിക്കുന്നുണ്ട്, അതെ ഒന്നവിടെ നിന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ അവനോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെയും നിൻ്റെ ഏട്ടൻ സൂര്യയുടെ നിൻ്റെയും പിന്നാലെ ഞാൻ എല്ലായിടത്തും കാണും, നീ എങ്ങോട്ട് പോകുന്ന അവിടെയൊക്കെ ഞാനുണ്ടാകും എന്നുള്ള ഒരു ചെറിയൊരു വാണിങ് അവൻ അങ്ങ് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനൊക്കെ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകാൻ നിൽക്കണേ. എന്തായാലും ഇവർക്കുള്ള മറുപടി അവൻ്റെ ജീവിതം കൊണ്ട് തന്നെ അവന് തിരിച്ചു കൊടുത്തോളൂ എന്നുള്ള മട്ടിലാണ് അവൻ എന്തായാലും ഇറങ്ങി പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് എന്തായാലും അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ നാളത്തെ ഭാഗത്താണെങ്കിൽ നമ്മുടെ ഈ ഉർവശിയും കൽപ്പനയും കൂടിയിട്ട് നമ്മുടെ സൂര്യനോട് അവരെ കാറൊക്കെ കേൾപ്പിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ സൂര്യനെ കൂടി പണിയെടുപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കണിമംഗലത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുൾ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഓക്കെ ബൈ ആൾ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.